അപ്പം ഈ മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട ശബരിമല മാളികപ്പുറം മേൽശാന്തി നിയമനവുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങളിലേക്ക് കൂടി കോടതിയുടെ ഇടപെടലുമായി ബന്ധപ്പെട്ട കെ.പി. സുരേഷ് ശബരിമലയിലും അതോടൊപ്പം തന്നെ മാളികപ്പുറത്തെയും പൂജകൾക്കായുള്ള മേൽശാന്തിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ കേരള ബ്രാഹ്മണർ എന്നാണ് അതിൻ്റെ യോഗ്യത പറയുന്നത്. പൂജ അറിയാവുന്ന കേരള ബ്രാഹ്മണർ. എന്നാൽ അങ്ങനെ വരരുത്. ഹൈന്ദവരായ ഏത് പൂജ അറിയാവുന്നവർക്കും ഇത് പരിഗണിക്കണം. ഇത്തരത്തിൽ വിജ്ഞാപനം ഇറക്കുമ്പോൾ ആ രീതിയിലാകണം. ഇല്ലെങ്കിൽ സുപ്രീം കോടതി വിധിയുടെയും മറ്റ് മൗലിക അവകാശങ്ങളുടെയും ലംഘനമാണെന്ന് ചൂണ്ടിക്കാട്ടിയാണ് ഒരു വ്യക്തി ഹൈക്കോടതിയെ സമീപിച്ചിരിക്കുന്നത്. ഇതുമായി ബന്ധപ്പെട്ട് ദേവസ്വം ബോർഡിൻ്റെയും മറ്റും നിലപാട് വർഷങ്ങളായി അവിടെ നിയമനം നടത്തിപ്പോരുന്ന ആ രീതി, പ്രധാന ഒരു ക്ഷേത്രമെന്ന നിലയിൽ ആ രീതി തുടരണമെന്നതാണ്. ഇത് സംബന്ധിച്ചാണ് ഇന്ന് കോടതി വിധി പറയാനിരിക്കുന്നത്. ഇതിൽ കൃത്യമായും ഹൈക്കോടതിയുടെ നിലപാട് എന്താണ് എന്നത് ഇന്നത്തെ ഈ വിധിയിലൂടെ മാത്രമേ നമുക്ക് വ്യക്തമാവൂ. എന്തു തന്നെയായാലും ഇപ്പോൾ മറ്റ് പല ക്ഷേത്രങ്ങളിലും പൂജാരിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ ഇല്ലെങ്കിൽ ശാന്തിമാരെ തിരഞ്ഞെടുക്കുമ്പോൾ അവർ ഹൈന്ദവരായ പൂജ അറിയാവുന്നവരെ പരിഗണിക്കുന്നുണ്ട്. എന്നാൽ ശബരിമല മാളികപ്പുറം ക്ഷേത്രങ്ങളിലേത് ഏത് രീതിയിൽ വേണം എന്നത് സംബന്ധിച്ചാണ് ഇന്ന് ഹൈക്കോടതി വിധി പറയുന്നത്. ഇതോടൊപ്പം തന്നെ നമുക്ക് മറ്റൊരു ദുഃഖകരമായ വാർത്തയും പറയാനുണ്ട്. ഇടുക്കിയിൽ അതിലെ ആനയുടെ ആക്രമണത്തിൽ, കാട്ടാനയുടെ ആക്രമണത്തിൽ സുരേഷ് എന്ന മണി എന്നറിയപ്പെടുന്ന സുരേഷ് എന്ന യുവാവ്, ഓട്ടോ ഡ്രൈവറായ യുവാവ് മരണപ്പെട്ടു. ഇന്നലെ രാത്രി 9:30-ക്ക് ശേഷമായിരുന്നു ഇത്തരത്തിലൊരു അപകടം നടക്കുന്നത്. കന്നിമല എസ്റ്റേറ്റിലേക്ക് മറ്റ് 2 തൊഴിലാളികളുമായി പോകുമ്പോഴാണ് കാട്ടാനയുടെ ആക്രമണം ഉണ്ടായത്. ഓട്ടോയ്ക്ക് അടിയിൽ പെട്ടുപോയ സുരേഷ് അവിടെ നിന്നും രക്ഷപ്പെടാൻ സാധിച്ചില്ല. 3 പേരെയും ആശുപത്രിയിലേക്ക്, ഈ ഒപ്പം ഉണ്ടായിരുന്ന 2 തൊഴിലാളികളെയും സുരേഷിനെയും ആശുപത്രിയിലേക്ക് എത്തിച്ചെങ്കിലും സുരേഷ് മരണപ്പെട്ടു എന്നതാണ്. ഇപ്പോൾ നമുക്ക് ഒരു മാസത്തിനിടെ തന്നെ കാട്ടാനയുടെ ആക്രമണത്തിൽ മരണപ്പെടുന്ന 3ാമത്തെ വ്യക്തിയാണ് കേരളത്തിൽ സുരേഷ് എന്നതും ഏറെ വേദനയോടെ തന്നെ നമുക്ക് പങ്കുവെക്കേണ്ടി വരും. കെ.പി. സുരേഷ്. കൊച്ചിയിൽ നിന്നും സുധീഷ് ഗോപാലാണ് വിശദാംശങ്ങൾ നൽകിയത്.